വലിയ ആകാശ ദുരന്തമാണ് രാജ്യത്ത് സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് വിമാനം തകർന്നു വീണ് വലിയ ദുരന്തമുണ്ടായിരിക്കുന്നത്. 230 യാത്രക്കാരും 12 ക്രൂ അംഗങ്ങളും അടക്കം 242 പേരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഒരു യാത്രാ വിമാനം ഇങ്ങനെ അപകടത്തിൽപ്പെടുമ്പോൾ, തീഗോളമായി മാറുമ്പോൾ അതെത്ര വലിയ ദുരന്തമായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയാം. 1:39 ഈ വിമാനം ഒരു തീഗോളമായി മാറുന്നുണ്ട്. അതായത് 2 മിനിറ്റ് സമയം മാത്രമാണ് ഈ വിമാനം പറന്നിട്ടുള്ളത്. വിമാനം പറന്നുയർന്ന ഉടനെ, ലണ്ടനിലേക്ക് പറന്നുയർന്ന ഉടനെ വിമാനത്താവളത്തിൻ്റെ മതിലിലോ അതോ സമീപത്തുള്ള ഏതോ കെട്ടിടത്തിലോ രണ്ടിലേതോ ഒന്നിൽ ഇടിച്ച് ആ വിമാനം അപകടത്തിൽപ്പെടുകയായിരുന്നു. പ്രധാനപ്പെട്ട മറ്റൊരു വിവരം, മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാനി ഈ വിമാനത്തിലുണ്ടായിരുന്നു എന്നുള്ള വിവരം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യാത്രക്കാരുടെ ലിസ്റ്റിൽ നിന്നാണ് അങ്ങനെ ഒരു വിവരം ദേശീയ മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത്. വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസ് സംവിധാനങ്ങൾ മുഴുവനായി അവിടേക്ക് എത്തുന്നുണ്ട്, രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. NDRFിൻ്റെ സംഘം അവിടേക്ക് എത്തുന്നുണ്ട്. ആളുകളെ പൂർണ്ണമായി അവിടേക്ക് എത്തുന്നതിൽ നിന്ന് നിയന്ത്രിക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. വിമാനം പറന്നുയർന്ന ഉടനെ അതൊരു വലിയ തീഗോളമായി മാറുകയായിരുന്നു. സമീപത്തുള്ള ആശുപത്രിയിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയാണ്. എയർ ഇന്ത്യ വക്താവ് അറിയിച്ചത് അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയിക്കാം എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്, മറ്റ് സർക്കാർ സംവിധാനങ്ങൾക്കൊക്കെ നൽകുന്നുണ്ട്. എന്തായാലും വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. വിമാനത്താവളത്തിന് തൊട്ട് സമീപത്ത് വെച്ച്, ലണ്ടനിലേക്കുള്ള പറന്നുയർന്ന വിമാനത്താവളത്തിന് തൊട്ട് സമീപത്ത് വെച്ച് ജനവാസ മേഖലയോട് ചേർന്ന് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ഒരു യാത്രാ വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടാകും എന്നുള്ള കാര്യം അറിയാം. അവിടെയുള്ള അഹമ്മദാബാദിലുള്ള മലയാളികളോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർക്കും ലഭ്യമാകുന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ പങ്കുവെക്കുന്ന വിവരങ്ങൾ മാത്രമാണ്. ഈ യാത്രക്കാർക്ക് എത്രത്തോളം വലിയ പരിക്കേറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം വലിയ ആഘാതം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സംബന്ധിച്ചാണ് ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുള്ളത്. എന്തായാലും വിമാനം പൂർണ്ണമായി കത്തിയിട്ടുണ്ട്. ഒരു വലിയ ദുരന്തമായി അത് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമില്ലാതെ പറയാൻ കഴിയും. പക്ഷേ എത്ര പേർ അപകടത്തിൽപ്പെട്ടു, ആ പരിക്ക് എത്രത്തോളമാണ് എന്നുള്ളതൊക്കെ അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി വിവരങ്ങൾ പുറത്തു വരേണ്ടതാണ്. നേരത്തെ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിൽ ചെറിയ പരിക്കേറ്റ ആളുകളെ പോലും ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് യാത്രക്കാർക്ക് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചൊരു പൂർണ്ണ ചിത്രം ഇനിയും വരേണ്ടതുണ്ട്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അജീഷ്, ഇവിടെ രക്ഷാപ്രവർത്തനം സജീവമായി നടക്കുന്നുണ്ട്. എല്ലാ സംവിധാനങ്ങളും വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ യാത്രക്കാർക്ക് എന്ത് പറ്റി എന്നത് സംബന്ധിച്ചാണ് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടത്. എന്തെങ്കിലും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? വിജയ് രൂപാനി ആ വിമാനത്തിലുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പങ്കുവെക്കുന്നു. ചില പ്രാദേശിക മാധ്യമങ്ങളും അത്തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നു. എന്താണ് അത് സംബന്ധിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ, അജീഷ് ജയകുമാർ? റീജിത്ത്, നമുക്ക് ഇപ്പോഴും ഈ ഇതിലൊരു ഉറപ്പ് കിട്ടിയിട്ടില്ല. രൂപാണി, മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സൂചന മാത്രമാണ് ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുവരെയും കിട്ടിയിട്ടില്ല. പക്ഷേ പാസഞ്ചർ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട്. പല BJP നേതാക്കളടക്കം അവിടെ നിന്ന് ഇത് അറിയിക്കുന്നുമുണ്ട്. പക്ഷേ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ നമുക്കറിയാവുന്ന വിവരമനുസരിച്ചിട്ട് 1:38 ഈ വിമാനം ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത്. 1:39, അതായത് കൃത്യം 1 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ വിമാനത്തിൽ നിന്നൊരു മെയ്ഡേ കോൾ അത് ATCക്ക് കിട്ടുന്നു, എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിന് കിട്ടുന്നു. തിരിച്ചും മെയ്ഡേ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ഈ വിമാനത്തിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ലെന്നാണ് ATCയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് തിരിച്ച് ഇതിനൊരു മറുപടി കൊടുത്ത് പിന്നീട് എന്താ എന്ന് ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഈ അപകടം സംഭവിച്ചു, വിമാനം തകർന്നു വീണു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ വ്യോമയാന മന്ത്രി അടക്കമുള്ളവർ ഈ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രി ഈ സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കാൻ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ജനവാസ മേഖലയോട് ചേർന്നുള്ള സ്ഥലത്താണ് ഈ അപകടം നടന്നിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഈ സ്ഥലത്ത്, ഈ വിമാനം തകർന്നു വീണ സ്ഥലത്ത് നിന്ന് ഇതിന്റെ ദൃശ്യങ്ങളടക്കം എടുത്ത് അത് പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ ആ നടുക്കുന്ന ആ ദുരന്തത്തിന്റെ ആഘാതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പറന്ന് ഉയർന്ന് അത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിമാനം തകർന്നു വീഴുന്നു. ലണ്ടനിലെ ഗാറ്റ്വിക്കിലേക്കായിരുന്നു ഈ വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ പുറപ്പെട്ട മുഴുവൻ ഇന്ധനവും ഉണ്ടായിരുന്നു ഈ വിമാനത്തിൽ. ബോയിങ്ങിന്റെ 787
787 ഡ്രീം ലൈനർ എന്ന വിഭാഗത്തിൽപ്പെട്ട വിമാനം, എയർ ഇന്ത്യയുടെ വിമാനമാണ് ഇത്. കാലങ്ങളായി തന്നെ അഹമ്മദാബാദ്, ലണ്ടൻ ഈ റൂട്ടിലാണ് ഇത് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് യാത്രക്കാർ സ്ഥിരമായി ഈ വിമാനത്തിൽ ആശ്രയിക്കുന്നുണ്ട്. 242 പേർ ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി ഔദ്യോഗികമായി കിട്ടുന്ന വിവരം. 230 യാത്രക്കാരും 10 ക്യാബിൻ ക്രൂവും 2 പൈലറ്റുമാരും, ഇങ്ങനെയാണ് ഇതിൽ നിന്ന് ഏറ്റവും ഒടുവിലായി നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാം. ഫയർഫോഴ്സ് സംഘം എല്ലാ ഭാഗത്തു നിന്നും തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നു. ആളുകളെയൊക്കെ ഓടിക്കൂടിയ ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റുന്നു. ഈ ആരെങ്കിലും ഇതിനകത്ത് രക്ഷാപ്രവർത്തനം, ആളുകളെ ഈ ഫ്ലൈറ്റിനകത്ത് ഉണ്ടായിരുന്നവർക്ക് അതെന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ടും വ്യക്തമല്ല. ആർക്കെങ്കിലും എത്ര പേർക്ക് ജീവൻ നഷ്ടമായി, അല്ലെങ്കിൽ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ, തുടർന്നുള്ള കാര്യങ്ങളടക്കം നമുക്കിനി വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. എന്തായാലും ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ആരുടെയും പേര് വീഴുന്നത്, അതായത് പ്രധാനപ്പെട്ട ഈ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കമുള്ള പ്രധാനപ്പെട്ട ആരുടെയും തന്നെ പേരുകൾ, എത്ര പേര് മരിച്ചു എന്നുള്ളതിന്റെ ഔദ്യോഗിക വിശദീകരണം, ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും തന്നെ ഇതുവരേക്കും നമുക്ക് കിട്ടിയിട്ടില്ല. അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്.